ഹായ് മക്കളെ, അനഘമിസ് കേട്ടോ. മക്കളെ, സംഘകൃതികൾ എന്നെ മക്കൾ കേട്ടിട്ടുണ്ടോ? ചില ആളുകൾ കേട്ടിട്ടുണ്ടാവില്ലേ. നമുക്ക് സംഘകൃതികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഇന്ന് മിസ് സംഘകൃതികളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടായിരിക്കും മക്കളെ കൃതികളെ സംഘം എന്ന് ചേർത്തിട്ട് വിളിക്കുന്നുള്ളതെന്ന് അറിയോ? അതായത് മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന പാണ്ഡ്യരാജാക്കന്മാരുടെ കീഴിൽ, അതായത് അവരുടെ പ്രോത്സാഹനത്താൽ കുറച്ച് ആളുകൾ, അതായത് നമ്മൾ ഈ ഭാഷയിലും അതേപോലെ തന്നെ കവിത എഴുതുന്നതിലൊക്കെ താല്പര്യമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് പ്രാചീന തമേകത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ആരെയാണ്? നമ്മുടെ മധുരയിലെ പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രോത്സാഹനത്തിലായിരുന്നു അവർ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്, കൃതികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? സംഘകൃതികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ ഇവർ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നറിയോ? അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപാട്ട്, പത്തുപാട്ട്, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. നമ്മുടെ പ്രാചീന തമയകം ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജവംശങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? പാണ്ഡ്യരാജാക്കന്മാർ, ചേര രാജാക്കന്മാർ, ചോള രാജാക്കന്മാർ. ഇവർ 3 പേരും ചേർന്നിട്ടായിരുന്നു നമ്മളെ പ്രാചീന തമയകം ഭരിച്ചിരുന്ന രാജവംശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കൂട്ടരെയും വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു. എന്താണ് അത്? മൂവേന്തന്മാർ എന്നായിരുന്നു ഇവരെ 3 പേരെയും നമ്മൾ വിളിച്ചിരുന്നത്. സംഘകൃതികളിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് കേട്ടോ മക്കളെ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ നമ്മുടെ പ്രാചീന തമയകത്തെ 5 ഭൂവിഭാഗങ്ങളായി തിരിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിങ്ങനെ 5 ഭൂവിഭാഗങ്ങളായി തിരിച്ചിരുന്നു. അപ്പൊ ഇവയെ വിളിക്കുന്ന പേരെന്താ? തിണകൾ എന്നാണ് കേട്ടോ. ഓരോ ഭൂവിഭാഗത്തിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറിഞ്ചി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു തിണയുടെ സവിശേഷത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കുറിഞ്ഞിപ്പൂക്കൾ വെച്ച് ആലോചിച്ചാൽ മതിട്ടടാ. കുറിഞ്ഞിപ്പൂക്കൾ എവിടെയാണ് ഉണ്ടാവുക? മലമേടുകളിലൊക്കെ അല്ലേ, മലയോര പ്രദേശങ്ങളിലും മലമേടുകളിലൊക്കെയാണ്. അപ്പൊ നമ്മുടെ കുറിഞ്ചിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്താ? മലമേടുകൾ അഥവാ മലയോര പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പാലയിലേക്ക് വരുന്ന സമയത്തോ അതൊരു വരണ്ട പ്രദേശമായിരിക്കും കേട്ടോ. എന്തായിരിക്കടാ? വരണ്ട പ്രദേശമായിരിക്കും. ഇനി നമ്മൾ മുല്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത നോക്കിയാലോ? അത് എവിടെയാണ് ഉണ്ടാവുക മക്കളെ? ആ ഒരു തിണകളെ നമുക്ക് കാണാൻ സാധിക്കുക കാട് അല്ലെങ്കിൽ പുൽമേടിലാണ്. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് പാല. നമ്മൾ പറഞ്ഞു വരണ്ട പ്രദേശമാണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് മരുതം എവിടെയായിരിക്കും? നമ്മുടെ മരുതം എന്ന് പറയുന്ന തിണ എവിടെയാണ് കാണാൻ പറ്റുക? അത് വയൽ ആയിരിക്കും, വയൽ പ്രദേശമായിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെയ്തലിലേക്ക് വരുന്ന സമയത്ത് നെയ്തൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീരപ്രദേശങ്ങളിലാണ്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള 5 തിണകൾക്കും എന്താണ്? ഓരോ തിണകൾക്കും അതിൻ്റെതായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉണ്ട് എന്നാട്ടോ പറയുന്നത്. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് എവിടുന്നാ കിട്ടിയത്? സംഘകാലത്തെ കൃതികളിൽ നിന്നാണ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയത്. അതിന്ന് നമ്മൾ ഈ തിണകളെ കുറിച്ച് മാത്രമല്ല, പ്രാചീന തമേകതയെ സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടുന്നുണ്ട്? സംഘകാലത്തെ കൃതികളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്താണ് സംഘകാല കൃതികളെന്നും അകനാനൂറ്, പുറനാനൂറ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തിണകൾ എന്തൊക്കെയാണെന്നൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ലേ? അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു സംഭവമായിട്ട് വേറൊരു അടിപൊളി കോണ്ടന്റ് ആയിട്ട് കണ്ടുമുട്ടോ. സോ ബൈ ബൈ.